ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ബുക്ക് വാങ്ങിയോ? എന്തായി തീരുമാനങ്ങളൊക്കെ? ബുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. ഒക്കെ സെറ്റാക്കി വെക്കുക. എല്ലാവരുടെ കയ്യിലും കിട്ടിയാൽ ലീഡർ അത് അന്വേഷിക്കുക എല്ലാവർക്കും ബുക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന്. എന്നിട്ട് എന്നെ അറിയിക്കണേ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് we are starting a new short story from the subject Ways with Words. That name is A Shocking Accident by Graham Greene, and we already studied about the author and a small introduction for the short story A Shocking Accident. I hope you understand my previous class. In that class we studied about the author and his works, and also we studied about a brief section or brief introduction for our coming short story A Shocking Accident, and we understand what was going to take in that short story, or what some theme of that short story and the situation of that short story, etc. So now we are moving to our while we are entering to the short story A Shocking Accident. That's in your page number 66. 66ാമത്തെ പേജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വായിക്കാം എന്താ അതിൽ പറഞ്ഞിട്ടുള്ളത്, എന്താണ് ഷോർട്ട് സ്റ്റോറി എന്നുള്ളത്. നമ്മൾ ഇനി ആ സ്റ്റോറിയിലേക്ക് കടക്കാൻ പോകാം കേട്ടോ. Reading the first paragraph. Jerome was called into his housemate's room in the break between the second and third class on a Tuesday morning. He had no fear of trouble, for he was a warden, the name that the proprietor and headmaster of a rather expensive preparatory school had chosen to give to approved, reliable boys in the lower forms. From a warden, one became a guardian, and finally, before leaving, it was hoped for Marlborough or Rugby, a crusader. The housemate, Mr. Wordsworth, sat behind his desk with an appearance of perplexity and apprehension. Jerome had the odd impression when he entered that he was a cause of fear. So we already knew that our protagonist is Jerome. നമുക്ക് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ പ്രൊട്ടഗാനിസ്റ്റ് എന്ന് പറയുന്നത് ജെറോം എന്ന് പറയുന്ന വ്യക്തിയാണ്. ഒരു യങ് ബോയ്, 9-year-old young boy ആണ് ജെറോം. നമുക്ക് വായിക്കാം. Jerome was called into his housemaster's room in the break between the second and third class on Tuesday morning. Our protagonist is welcomed to housemaster's room when he was in his school. That time it was break time, Tuesday morning class between the second and third class. ജെറോം ഇപ്പോൾ സ്കൂളിലാണുള്ളത്. അപ്പോൾ സ്കൂളിൽ നിന്നും അവനെ ക്ലാസ്സിൽ നിന്നും സെക്കൻഡ് ആൻഡ് തേർഡ് ക്ലാസ്സിൻ്റെ ഇടയിൽ എന്താണ് ഈസ് വെൽക്കം ടു കോൾഡ് ഇൻ ടു ഹിസ് ഹൗസ് മാസ്റ്റേഴ്സ് റൂം. ഹൗസ് മാസ്റ്ററുടെ റൂമിലേക്ക് അവനെ വിളിച്ചു, ജെറോമിനെ വിളിച്ചു. ഓൺ ട്യൂസ്ഡേ മോർണിംഗിലാണ് കാര്യം നടക്കുന്നത്. ഹി ഹാഡ് നോ ഫിയർ ഓഫ് ട്രബിൾ. there is no fear to go there. അവിടെ ഇപ്പോൾ അവനെന്താണ് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഫിയർ ഓഫ് ട്രബിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫോർ ഹി വാസ് എ വാർഡൻ. അവൻ എന്താണ് ഒരു 9 year ആയിട്ടുള്ളൊരു വാർഡൻ ആയിരുന്നു. സ്റ്റഡീഡ് ഇൻ ദാറ്റ് സ്കൂൾ. The name that the proprietor and the headmaster of a rather expensive preparatory school had chosen to give to approved. അത്രയും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്കൂളിലേക്ക് അവനെ അപ്രൂവ് ആക്കിയിട്ടുണ്ട്. ദ പ്രൊപ്പറേറ്റേഴ്സ് ആൻഡ് ഹെഡ് മാസ്റ്റേഴ്സ് ഓഫ് ദാറ്റ് കോളേജ്. ഈസ് നോട്ട് ഫ്രം എ റിച്ച് ഫാമിലി. ഈസ് വാർഡൻ. ഹി വാസ് എ വാർഡൻ. അവനൊരു വാർഡൻ ആയിരുന്നു. അങ്ങനെ അവന് ആ ഒരു കോളേജിലേക്ക്, ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഭയങ്കര ഒരു റിച്ച് സ്കൂളിലേക്കും അവിടുത്തെ പ്രൊപ്പറേറ്റേഴ്സും ഹെഡ് മാസ്റ്ററും അപ്രൂവ് ചെയ്തതാണ് അവന്. റിലയബിൾ ബോയ്സ് ഇൻ ദ ലോവർ ഫോംസ്. ഇറ്റ്സ് ഫ്രം ഇപ്പോൾ നമ്മളുടെ നാട്ടിലെ SC ST കാറ്റഗറിയിൽ നിന്നും എടുക്കുന്ന പോലെ
ഈസ് റിലയബിൾ ബോയ്സിന് എന്താണ് ലോവൽ ഫോമിൽ നിന്ന് ലോവർ ഫാമിലിയിൽ നിന്ന് ദ ടേക്ക് കെയർ റിലയബിൾ ബോയ്സ് ഫോർ ദയർ സ്കൂൾ. ഫ്രം എ വാർഡൻ വൺ ബിക്കം എ ഗാർഡിയൻ ആൻഡ് ഫൈനലി ബിഫോർ ലിവിങ്. ആക്ച്വലി ഹീസ് ഫ്രം എ വാർഡൻ, ഒരു വാർഡൻ്റെ മകനായിട്ട് വന്നു. വൺ ബിക്കം എ ഗാർഡിയൻ, അവൻ്റെ ഗാർഡിയൻ എന്ന് പറയുന്നത് ഇസ് എ വാർഡൻ. ഹിയർ വി ക്യാൻ സീ ദാറ്റ് ഹിസ് ഫാദർ വാസ് എ വാർഡൻ ആൻഡ് ഫൈനലി ബിഫോർ ലിവിങ്, പിന്നീട് അവിടെ നിന്നും അദ്ദേഹം പോയി. ഇറ്റ് വാസ് ഓപ്ഡ് ഫോർ മാൾബോറോ ഓർ റുക്ക് ബൈ എ ക്രൂസൈഡർ. അവിടെ നിന്നും ആ വാർഡൻ പോയിരുന്ന സമയത്ത് ആ ജോലി ദാറ്റ് ഹോപ്പ്ഡ് ബൈ മാർബോറോ ആൻഡ് റുക്ക് ബൈ, അവർ ഹോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു, പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു എ ക്രൂസൈഡർ എന്ന് പറഞ്ഞാൽ ക്രൂശഭടൻ എന്നാണ് അർത്ഥം, ലൈക്ക് എ വാർഡൻ. അങ്ങനെ അവനെന്താണ്, ഹി കോൾഡ് ഇൻ ടു ദ ഹൗസ് മാസ്റ്റേഴ്സ് റൂം ഇൻ Tuesday morning on a break time in his school. The housemaster, Mr. Wordsworth, sat behind his desk with an appearance of perplexity and apprehension. When he came to that housemaster's room, his housemaster sitting behind the desk with an appearance of perplexity. His housemaster looked like a perplexity and apprehension. ഒരു അമ്പരപ്പ്, പെർപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ അമ്പരപ്പ്, അതേപോലെ അപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ പേടി, ഫിയർ. അതോട് ആ ഒരു ലുക്കിലാണ് ഹിസ് ഹൗസ് മാസ്റ്റർ മിസ്റ്റർ വേർഡ്സ്വർത്ത്, നെയ്മഡ് മിസ്റ്റർ വേർഡ്സ്വർത്ത് സിറ്റിംഗ് ബിഹൈൻഡ് ദ ഡെസ്ക്, ആ ഒരു ഡെസ്കിന് പുറകിലിരിക്കുന്നത്. ജെറോം ഹാഡ് ദ ഓഡ് ഇംപ്രഷൻ വെൻ ഹി എൻജോയ്ഡ് ദാറ്റ് ഹി വാസ് എ കോസ് ഓഫ് ഫിയർ. When Jerome was entered that room, he felt like a odd one. അവൻ എന്താണ്, ആ റൂമിലേക്ക് കടക്കുന്ന സമയത്ത് അവനൊരു ഒറ്റപ്പെട്ട രീതിയിൽ, ഓട് എന്ന് പറഞ്ഞാൽ ഒറ്റയായ ഒരു വിചിത്രമായിട്ടുള്ള രീതിയിലാണ് അതേഴ്സ് കൺസിഡർ ഹിം, അവനെ കാണുന്നതും ഇരിക്കുന്നതും ഒക്കെ. അപ്പോൾ വെൻ ഹി എൻജോയിങ് ദാറ്റ് ഹൗസ് മാസ്റ്റേഴ്സ് റൂം, ഇൻ ദാറ്റ് ടൈം ഹി ഹാവ് എ ഫിയർ. ആ സമയത്ത് എന്താണ്, അവന് അതിലേക്ക് ഒരു ഒറ്റക്ക് ആ റൂമിലേക്ക് കിടക്കുമ്പോൾ ഹി ഹാവ് എ ഫിയർ, ഹി ഫീൽഡ് എ ഫിയർ, ഒരു പേടി അവന് തോന്നുന്നുണ്ടായിരുന്നു മനസ്സിലേക്ക്. നെക്സ്റ്റ്, അപ്പോൾ അവിടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സിറ്റ് ഡൗൺ ജെറോം, മിസ്റ്റർ വേർഡ്സ്വർത്ത് സെയ്ഡ്, ഓൾ ഗോയിങ് വെൽ വിത്ത് ദ ട്രിഗ്നോമെട്രി. While he entering or when he entering to that room, his housemaster's room, the housemaster Mr. Wordsworth welcomed him and saying to sit down and saying that everything will be fine. ട്രിഗ്നോമെട്രി, ഒരു ത്രികോണം രീതിയിൽ എല്ലാം ശരിയായിക്കോളുമെന്ന് വേർഡ്സ്വർത്ത് അവനോട് പറയുകയാണ്. ആൻഡ് ഹീസ് സെയിങ് ടു സിറ്റ് ഡൗൺ ടു ദ ചെയർ, അവനോട് ഇരിക്കാനും പറയുകയാണ്. അപ്പോൾ ഹി കെയിം ടു ദാറ്റ് റൂം ആൻഡ് സിറ്റ്. യെസ് സർ, അവൻ ആൻസർ പറഞ്ഞു, ഷുവർ ഐ ക്യാൻ സിറ്റ്. അവൻ ഇരിക്കുകയാണ്. ഐ ഹാവ് had a telephone call, Jerome, from your aunt. I am afraid I have bad news for you. In that moment, our housemaster, Mr. Wordsworth, telling you a bad news. What was that? അദ്ദേഹം പറയുകയാണ്, I have had a ടെലിഫോൺ കോൾ ഫ്രം യുവർ ആൻഡ്. നിൻ്റെ ആൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു കോൾ വന്നായിരുന്നു, ഇങ്ങോട്ടൊരു കോൾ വന്നായിരുന്നു. ഐ എം അഫ്രൈഡ് ഐ ഹാവ് എ ബാഡ് ന്യൂസ് ഫോർ യു. ഐ ഹാവ് എ ബാഡ് ന്യൂസ് ഫോർ യു. എനിക്കൊരു ബാഡ് ന്യൂസ് നിന്നോട് പറയാനുണ്ട്. അപ്പോൾ അവൻ ചോദിക്കണം, യെസ് സർ, വാട്ട് സർ? Your father has had an accident. That moment, Mr. Wordsworth telling his father have an accident. അവൻ്റെ അച്ഛനൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. Your father has had an accident. നിൻ്റെ അച്ഛനൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ okay. Mr. Wordsworth looked at him with some surprise. A serious accident. അപ്പോൾ അവൻ്റെ ആ ഒരു ചെറിയൊരു എന്നുള്ളൊരു മുളക്കം കേട്ടിട്ടായിരിക്കണം അവന് സർപ്രൈസ് ആയിട്ട് നോക്കിക്കൊണ്ട് ഹി അഗെയിൻ ടെല്ലിങ് ദാറ്റ് ഇറ്റ് വാസ് എ സീരിയസ് ആക്സിഡൻറ്റ്. അതൊരു സീരിയസ് ആക്സിഡൻ്റ് ആയിരുന്നു. യെസ് സർ. അവന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ചോദിക്കുന്നത് എന്താണ് എന്നുള്ളൊരു ലെവലിൽ ചോദിക്കുകയാണ്. ജെറോം വേർഷിപ്പ്ഡ് ഹിസ് ഫാദർ. ദ വേർബ് ഈസ് എക്സാക്ട് as much recreates God. So Jerome recreated his father from a restless widowed author into a mysterious adventurer who traveled in far place, Nice, Beirut, Majorca,
even the Canaries. The time had arrived about his 8th birthday when Jerome believed that his father either ran guns or was a member of the British Secret Service. Now it occurred to him that his father might have been wounded in a hail of machine gun bullets. Jerome worshipped his father. Worship എന്ന് പറഞ്ഞാൽ ആരാധിക്കുക. Jerome is always worshipped his father. The verb is excite. That is the correct. The verb is excite എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അതാണ് സംഭവിച്ചത്. ഹി ഓൺലി വേഴ്സിപ്ഡ് ഹിസ് ഫാദർ. അവനെ ഫാദർ എന്തായിരുന്നു, വേഴ്സിപ്പ് ചെയ്തിരുന്നു, ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ട്രൂ ആയിട്ടുള്ള കാര്യമാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. ഹൗ ഇസ് ഈ വേർഷിപ്ഡ് ഹിസ് ഫാദർ? എങ്ങനെയായിരുന്നു? ആസ് മാൻ റീക്രിയേറ്റഡ് ഗോഡ്, സോ ജെറോം റീക്രിയേറ്റഡ് ഹിസ് ഫാദർ. എങ്ങനെയാണ് നമ്മൾ ആരാധിക്കുന്നത്? ഹൗ വി വേർഷിപ്ഡ് ഗോഡ്. നമ്മൾ ദൈവത്തെ വേർഷിപ്പ് ചെയ്യുന്നത്, ആരാധിക്കുന്നത് എങ്ങനെയാണ്? വെൻ വി റീക്രിയേറ്റഡ് ഗോഡ്, ദൈവത്തെ എന്താണ് റീക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാണാത്തൊരു ഒരു വിശ്വാസത്തെ നമ്മൾ ആ ഒരു വിശ്വാസം ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്താണ് നമ്മൾ ആരാധിക്കുകയാണുള്ളത്. സോ അതുപോലെ തന്നെയാണ് വെൻ ജെറോം ഈസ് recreated his father or worshipped his father. He never seen his father. അവൻ്റെ ഫാദറിനെ അധികം ഒരുപാട് കണ്ടിട്ടൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കാണാത്ത ഒന്നിനെയാണ് ആരാധിക്കുന്നത്. ദൈവത്തെ മനുഷ്യൻ ആരാധിക്കുന്ന പോലെ ജെറോം വേർഷിപ്ഡ് ഹിസ് ഫാദർ ആസ് റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഹിസ് വേർഷിപ്ഡ് ഹിസ് ഫാദർ. ഫ്രം എ റെസ്റ്റ്ലെസ് widowed author into a mysterious adventure who traveled in far places. അവൻ്റെ ഫാദറെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫ്രം എ റെസ്റ്റ്ലെസ് വിഡോവ്ഡ് ഓതർ. ഫ്രം എ റെസ്റ്റ്ലെസ് വിഡോവ്ഡ് ഓതർ എന്ന് പറഞ്ഞാൽ ഈസ് മദർ ലൈക്ക് എ വിഡോ. അവൻ്റെ അമ്മ എന്ന് പറയുന്നത് എന്താണ്, ഒരു വിഡോ പോലെയായിരുന്നു. കാരണം ഭർത്താവ് നഷ്ടപ്പെടുന്നവർക്കാണ് വിഡോ എന്ന് പറയുക. സോ ബിക്കോസ് ഹിസ് ഫാദർ ഇൻറ്റു എ മിസ്റ്റീരിയസ് അഡ്വഞ്ചറർ ആയിരുന്നു. ഒരു മിസ്റ്റീരിയസ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ, മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട്, നിഗൂഢമായിട്ട്, എവിടെയെന്ന് പോലും അറിയാത്ത ഒരു അഡ്വഞ്ചർ ആയിരുന്നു. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളായിരുന്നു ഹിസ് ഫാദർ. സോ ഹിസ് മദർ ലൈക്ക് എ വിഡോ. ദാറ്റ് വാസ് ഹിസ് സീൻ വെൻ ഹി വാസ് ചൈൽഡ്. കുട്ടിയായിരിക്കുമ്പോൾ അവൻ കാണുന്നത് അതാണ്. അച്ഛൻ എന്താണ്, ഒരു അഡ്വഞ്ചറാണ്. സോ ഓൾവേസ് ഹീസ് ഇൻ എ ട്രാവലേഡ് ഇൻ ഫാർ പ്ലേസസ്. ഒരുപാട് ദൂരെ പ്ലേസുകളിലൊക്കെ എന്താണ് ഹിസ് ഫാദർ ഈസ് ട്രാവലേഡ്. സോ ഹി കാൺ സീ his father, and when he was young he always seen he's in an adventurous section and his mother as a widow. ഇപ്പോൾ അദ്ദേഹം പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് പറയുന്നത്. അവൻ്റെ ഫാദർ പോയിട്ടുള്ള സ്ഥലങ്ങൾ, ട്രാവൽ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് പറയുന്നത്. നൈസ്, ബെയ്റൂട്ട്, മജോർക്ക, ഈവൺ ഇൻ കനാരീസിൽ വരെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദ ടൈം ഹാഡ് അറൈവ്ഡ് അബൌട്ട് ഹിസ് 8th birthday when Jerome believed that his father either ran guns or was a member of British Secret Service. When he was in 8th age, or when he was entering to the 8th age, his 8th birthday, he believed that his father was in run gun. റൺ ഗൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഗണ്ണൊക്കെ ഉപയോഗിക്കുന്ന ഒരു മിലിറ്ററി ഓഫീസർ ലൈക്ക് ദാറ്റ്, അങ്ങനെ ഒരു ഗണ്ണൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനത്തെ ഒരു പദവിയിലാണ് ഇരിക്കുന്നതാണ്. ഓർ വാസ് എ മെമ്പർ ഓഫ് ബ്രിട്ടീഷ് സീക്രട്ട് സർവീസ്, അല്ലെങ്കിൽ എന്താണ്, ഹി വാസ് എ മെമ്പർ ഓഫ് ബ്രിട്ടീഷ് സീക്രട്ട് സർവീസ്. ദാറ്റ് ഹി ബിലീവ്ഡ് വെൻ ഹി വാസ് ഇൻ ദ ഏജ് ഓഫ് 8th ബർത്ത്ഡേ. അവൻ്റെ 8th ബർത്ത്ഡേൻ്റെ അന്ന് ഹി ബിലീവ്ഡ് ദാറ്റ്, അവൻ വിചാരിച്ചെന്ന്, ജെറോം വിചാരിച്ച എന്താണ്, ഹിസ് ഫാദർ വാസ് എ റൺ ഓർ ഈവൻ ഈതർ റൺ ഗൺ, അല്ലെങ്കിൽ ഒരു ഗണ്ണുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ എന്താണ്, ഹി വാസ് എ മെമ്പർ ഓഫ് ബ്രിട്ടീഷ് സീക്രട്ട് സർവീസ്. ദാറ്റ് ഹി ബിലീവ്ഡ്. Now it occurred to him that his father might have been wounded in hail of machine gun bullets. Now when he hearing the news of his father's accident, he believed that his father is wounded by a machine gun bullet. അവൻ്റെ വിശ്വാസപ്രകാരം അവൻ വിചാരിച്ചു വെച്ചിരുന്ന അവൻ്റെ ഫാദർ റൺ ഗൺ ഉപയോഗിക്കുന്ന ആളാണ് എന്നാണ്. സോ ഫാദർക്കൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് കേട്ടപ്പോൾ അവൻ വിചാരിച്ചത് എന്തായിരുന്നു, ഒരു മെഷീൻ ഗണ്ണിൽ നിന്നും ബുള്ളറ്റ് അവൻ്റെ ഫാദർക്ക് കൊണ്ടുപോകും, അങ്ങനെയാണ് അവൻ അച്ഛന് ആക്സിഡൻറ്റ് പറ്റിയത് എന്നാണ് ആ സമയത്ത് അവൻ ചിന്തിച്ചിരുന്നത്.
Moving to next paragraph. Mr. Wordsworth played with the ruler on his desk. He seemed at a loss how to continue. He said, "You know, your father was in Naples." That moment മിസ്റ്റർ വേർഡ്സ്വർത്ത് ടേക്കിങ് എ റൂളർ, ടേക്കിങ് എ സ്കെയിൽ. റൂളർ എന്ന് പറഞ്ഞാൽ വരക്കുന്ന വടി എന്നാണ് അർത്ഥം. ഹിയോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ സ്കെയിൽ ഇൻ ടു ഹിസ് ഡെറ്റ്, ജസ്റ്റ് കട്ടിങ് ഇൻ ടു ഹിസ് ഡെസ്ക്. ആ ഒരു അദ്ദേഹത്തിൻ്റെ മിസ്റ്റർ വേർഡ്സ്വർത്തിൻ്റെ ഡെസ്കിലേക്ക് ആ റൂളർ സ്കെയിൽ വെച്ചിട്ടൊന്ന് അടിച്ചിട്ട് പറയുകയാണ്, ഈ സീം അറ്റ് ലോസ് ഹൗ ടു കണ്ടിന്യൂ. ആ ഒരു അവൻ്റെ ആ ഒരു ലോസ്, അവൻ്റെ ആ ഒരു നഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് ഹി കണ്ടിന്യൂ ടു ടോക്ക് ടു ജെറോം. ഹി സെഡ് ദാറ്റ് മിസ്റ്റർ വേർഡ്സ്വർത്ത് സെഡ് ദാറ്റ് യു നോ യുവർ ഫാദർ വാസ് ഇൻ നാപ്ലസ്. നിനക്കറിയുമ്പോൾ യുവർ ഫാദർ വാസ് ഇൻ നാപ്ലസ്. നാപ്ലസ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു നിൻ്റെ അച്ഛനുണ്ടായിരുന്നത്. യെസ് സർ. അവൻ ആൻസർ പറഞ്ഞു, യെസ് സർ ഐ നോ. യുവർ ആൻഡ് ഹിയർഡ് ഫ്രം ദ ഹോസ്പിറ്റൽ ടുഡേ. ഫ്രം ദർ യുവർ ആൻഡ് ഹിയർ ദ ആക്സിഡൻറ്റ് ഓഫ് യുവർ ഫാദർ. അവിടെ വെച്ചിട്ട് നിൻ്റെ ആൻറ്റി കേട്ടതാണ്, ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കേട്ടതാണ്, അച്ഛൻ ഹോസ്പിറ്റലിലാണ്, ഇന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു എന്ന് ഓണ്ടാണ് പറഞ്ഞത്. ഓ അപ്പോൾ മറുപടി പറഞ്ഞു, മിസ്റ്റർ വേർഡ്സ്വർത്ത് സെയ്ഡ് വിത്ത് ഡെസ്പറേഷൻ. വിത്ത് സം ഓഫ് ഡെസ്പറേഷൻ മിസ്റ്റർ വേർഡ്സ്വർത്ത് കണ്ടിന്യൂഡ്. ഡെസ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിരാശ. ഹി കണ്ടിന്യൂഡ് ദാറ്റ് ഇറ്റ് വാസ് എ സ്ട്രീറ്റ് ആക്സിഡൻറ്റ്. ദാറ്റ് ആക്സിഡൻറ്റ് ഹാപ്പനഡ് ഇൻ എ സ്ട്രീറ്റ്. ഒരു സ്ട്രീറ്റിൽ വെച്ചിട്ടാണ് ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അഗൈൻ ജെറോം പറയുകയാണ്, യെസ് സർ ടു കണ്ടിന്യൂ ചെയ്യാൻ പറയുകയാണ്. എന്താണ് സർ എന്നുള്ളതാണ് ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ബാക്കി കേട്ടോ. ഇറ്റ് സീംഡ് ക്വൈറ്റ് ലൈക്ക് to Jerome that they would call it a street accident. When Jerome is hearing that it was a street accident, he is shocked how it will be a street accident. കാരണം അവൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഒരു ഗൺ ഉപയോഗിക്കുന്ന ആളായിരുന്നു, ഒരു ബ്രിട്ടീഷ് സീക്രട്ട് സർവീസിലുള്ള ആളാണ് എന്നൊക്കെയാണ് ഹി ബിലീവ്ഡ് ദാറ്റ്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദാറ്റ് ആക്സിഡൻറ്റ് ഹൗ ഇറ്റ് ഹാപ്പൻഡ് ഇൻ എ സ്ട്രീറ്റ്, എങ്ങനെ ഒരു സ്ട്രീറ്റിൽ സാധിക്കും എന്ന് അവൻ ഒന്ന് ആലോചിക്കുകയാണ്. ദ പോലീസ് ഓഫ് കോഴ്സ് ഫയർഡ് ഫസ്റ്റ്. ഹിസ് ഫാദർ വുഡ് നോട്ട് ടേക്ക് ഹ്യൂമൻ ലൈഫ് എക്സെപ്റ്റ് ആസ് എ ലാസ്റ്റ് റിസോർട്ട്. Then he believed that the police of course fired first. Maybe the police is fired him. Police അദ്ദേഹത്തെ വെടിവെച്ചതായിരിക്കാം. His father would not take human life except as a last resort. He believed that his father never take a human life. ഒരു മനുഷ്യൻ്റെ ജീവിതം അച്ഛൻ ഒരിക്കലും എടുക്കില്ല എന്നെന്താണ് അവനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ എന്തിനായിരിക്കും പോലീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതായിരുന്നു. നെക്സ്റ്റ് ഒരു കോൺവെർസേഷൻ. ഐ എം അഫ്രൈഡ് യുവർ ഫാദർ വാസ് വെരി സീരിയസ്ലി ഹേർട്ട് ഇൻഡീഡ്. ദാറ്റ് ടൈം മിസ്റ്റർ വേർഡ്സ്വർത്ത് കണ്ടിന്യൂ ടു ടോക്കിംഗ്. ഐ എം അഫ്രൈഡ് യുവർ ഫാദർ വാസ് വെരി സീരിയസ്ലി ഹേർട്ട് ഇൻഡീഡ്. യുവർ ഫാദർ വാസ് ഇൻ എ ക്രിട്ടിക്കൽ സ്റ്റേജ്. ഹി ഈസ് സീരിയസ്. Mr. Wordsworth saying that accident of his father is something serious. Again he answered that, oh, in fact, Jerome, he died yesterday quite without pain. Again Mr. Wordsworth saying that his father was died yesterday. അതായത് അവൻ്റെ മകൻ അവൻ്റെ ഫാദർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുണ്ട്. ഹി ഡൈഡ് ക്വൈറ്റ് വിത്തൗട്ട് പെയിൻ. നത്തിങ് ബാഡ് വിത്തൗട്ട് പെയിൻ. ഒരു വേദനയില്ലാതെ മരണപ്പെട്ടിട്ടുണ്ട്. In that some time Jerome is answered that did they shoot him through the heart. അപ്പോൾ ഫാദറോട് മിസ്റ്റർ വേർഡ്സ്വർത്തിനോട് അവൻ്റെ ഹൗസ് മാസ്റ്ററോട് ജെറോം ചോദിക്കുകയാണ്, ഡിഡ് ദ ഷൂട്ട് ഹിം ത്രൂ ദ ഹേർട്ട്. അദ്ദേഹത്തെ ഷൂട്ട് ചെയ്തത് ടു ദ ഹേർട്ട്, ഇൻ ടു ദ ഹേർട്ടിലേക്കാണോ എന്ന് ചോദിക്കുകയാണ്. ഓൾവേസ് ബിലീവ് ദാറ്റ് ഹി വാസ് എ റൺ ഗൺ. അജുൻ്റെ അച്ഛനൊരു റൺ ഗൺ ആയിരുന്നു, ഒരു എന്താണ് ഗാങ്സ്റ്ററായി ഇരിക്കാം എന്നൊക്കെയാണ് ഹി ബിലീവ്ഡ് ദാറ്റ്. സോ ഹി ആസ്ക് ഹിം ടു മിസ്റ്റർ വേർഡ്സ്വർത്ത് ദാറ്റ് ഹിസ് ഫാദർ ഷൂട്ടഡ് ഇൻ ടു ദ ഹേർട്ടിലേക്കാണോ അച്ഛനെ ഷൂട്ട് ചെയ്തത് എന്ന് ചോദിക്കണം. That moment Mr. Wordsworth saying that I beg your pardon, sorry my dear, what did you say Jerome? നീ എന്തായി പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. Again he's asking to Wordsworth did they shoot him through the head. വീണ്ടും അവൻ ചോദിക്കുകയാണ്, അവർ അച്ഛനെ ഹേർട്ടിലേക്കാണോ ഷൂട്ട് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. In that time Wordsworth answered that nobody shoot him Jerome, nobody shoot him, he is not a shortened or ഫയേർഡ്. അദ്ദേഹം എന്താണ് ഫയർ ചെയ്യപ്പെട്ടിട്ടില്ല, ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എ ബിഗ്
fell on him. ഒരു ബിഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് പന്നി എന്താണ്? fell on him, അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് വീണു. ദാറ്റ് ഇസ് എ റീസൺ ഓഫ് ഹിസ് ഡെത്ത്, അതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാരണം എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻഎക്സ്പ്ലിക്കബിൾ convulsion took place in the nerves of Mr. Wordsworth's face. It really looked for a moment as though he were going to laugh. He closed his eyes, composed his feathers, and said rapidly, as though it were necessary to expel the story as rapidly as possible. Your father was walking along a street in Naples when a pig fell on him. A shocking accident. Apparently, in the poorer quarter of Naples, they keep pigs on their balconies. This one was on the 5th floor. It had grown too fat. That balcony broke. The pig fell on your father. In this paragraph, Wordsworth telling that how his father was died, the reason of his father's death. അപ്പോൾ ഓൾറെഡി പറഞ്ഞു എപ്പിക് ഫെൽ ഓൺ ഹിം, ഒരു വലിയ പന്നി അദ്ദേഹത്തിൻ്റെ മേൽ വീണിട്ടാണ് ദ റീസൺ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞു. ആൻഡ് ഇൻഎക്സ്പ്ലിക്കബിൾ കൺവേർഷൻ took place in the nerves of Mr. Wordsworth's face. When Wordsworth saying that his face was to look like his nerves are conversion by inexplicable. എന്താണ് ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന് പറഞ്ഞാലും വിശദീകരിക്കാൻ കഴിയാതെ എന്നാണ് അർത്ഥം. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ കോച്ചുക. ഹിസ് നെർവ്സ് ആർ കൺവേഴ്സിങ്, അദ്ദേഹത്തിൻ്റെ നെർവ്സുകളൊക്കെ എന്താണ്? കൺവേഴ്സ് ചെയ്യുന്നുണ്ട്, കോച്ചിക്കൊണ്ടുണ്ട്. ഹി ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ് സിറ്റുവേഷൻ, അദ്ദേഹത്തിന് എന്താണ് ആ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ. It really looked for a moment as though he were going to laugh. When he is going to tell the reason of his father's death, his face looked like a laugh. അദ്ദേഹം ഒരു ചിരിക്കുന്ന രീതിയിൽ, അത് ആ ഒരു ഡെത്തിൻ്റെ റീസൺ പറയുന്ന കാരണം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് when Wordsworth face is look like he is going to laugh, അദ്ദേഹം ചിരിക്കാൻ പോകുന്ന രീതിയിലുള്ളൊരു ഫേസാണ് അവിടെ ഉണ്ടായിരുന്നത്. He closed his eyes, composed his features, and said rapidly, as though it were necessary to expel the story as rapidly as possible. So he have that feel of love is coming to the face of Mr. Wordsworth. So he want to tell that true, that reason of his father's death rapidly ബിഫോർ ഹീ ഈസ് ഗോയിങ് ടു ലവ്. അദ്ദേഹം ചിരിക്കുന്നതിന് മുന്നേ ആ ഒരു കാരണം പറയുമ്പോൾ അദ്ദേഹം ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈസ് ടെല്ലിങ് ദാറ്റ് ടെല്ലിങ് ദാറ്റ് ട്രൂത്ത് ടു ജെറോം റാപ്പിഡ്ലി, പെട്ടെന്ന് പറയാൻ ശ്രമിച്ചു. കാരണം ഒരു മരണം കാരണം പറയുന്ന സമയത്ത് ചിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇറ്റ്സ് നോട്ട് എ ഗുഡ് വൺ, ഒരിക്കലും നല്ല കാര്യമല്ല. സോ ഈസ് ട്രൈങ് ടു സേ ദാറ്റ് റാപ്പിഡ്ലി, പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് ഹി ട്രൈഡ് ദാറ്റ്. Mr. Wordsworth tried that. പറയാണ് എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന്. Your father was walking along a street in Naples when a pig fell on him. When his father walked in Naples street, a big pig fell on him. അദ്ദേഹം ഒരു നാപ്പിൾസിൻ്റെ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് ഒരു വലിയ പന്നി എന്താണ് അദ്ദേഹത്തിൻ്റെ മുകളിൽ വീണു. A shocking accident. That was a shocking one. Apparently, in the poorer quarter of Naples, they keep pigs on their balcony. നാപ്പിൾസിലെ ഒരു പ്രത്യേകതയാണ്, അവിടുത്തെ ക്വാർട്ടേഴ്സിലൊക്കെ, മുകളിലുള്ള ക്വാർട്ടേഴ്സിലൊക്കെ അവരുടെ പിഗിനെ താമസിപ്പിക്കുന്നത് ഓൺ ദയർ ബാൽക്കണി. ആ ക്വാർട്ടേഴ്സിലെ ബാൽക്കണിയിലാണ് അവർ പിഗിനൊക്കെ വെക്കുന്നത്. ദ പ്യൂർ പീപ്പിൾസ് ഓഫ് നാപ്പിൾസിലെ പ്യൂറായിട്ടുള്ള പീപ്പിൾസ് അവരുടെ ബാൽക്കണിയിലാണ് പിഗിനൊക്കെ താമസിപ്പിക്കുന്നത്. ദിസ് വൺ വാസ് ഓൺ ദ 5th floor. ദാറ്റ് പിഗ് ഫെൽ ഇൻ ടു ഹിസ് ഫാദേഴ്സ് ബോഡി. ദാറ്റ് വാസ് ദാറ്റ് ഫ്രം ദ 5th floor. ഒരു 5ാമത്തെ നിലയിൽ നിന്നാണ് ആ ഒരു പിഗ് അദ്ദേഹത്തിൻ്റെ മേലിൽ വീഴുന്നത്. ഇറ്റ് ഹാഡ് ഗ്രോൺ ടു ഫാറ്റ്. ദാറ്റ് ടു ഫാറ്റ് ബിഗ് പിറ്റ്. അത് നല്ലൊരു തടിച്ച പിഗായിരുന്നു, പന്നിയായിരുന്നു. ദ ബാൽക്കണി ബ്രോക്ക്. ദ
pig fell on your father. ബാൽക്കണി ബ്രോക്ക് ചെയ്ത് കണ്ടാണ് ആ ഒരു പിഗ് പന്നി ഫാദറുടെ മേളിലേക്ക് വീഴുന്നത്. ദാറ്റ് വാസ് ദ റീസൺ ഓഫ് ഹിസ് ഫാദേഴ്സ് ഡെത്ത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്സ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. മിസ്റ്റർ വേർഡ്സ്വർത്ത് ലെഫ്റ്റ് ഹിസ് ഡെസ്ക് റാപ്പിഡ്ലി ആൻഡ് വെൻറ്റ് ടു ദ വിൻഡോ. ടേണിംഗ് ഹിസ് ബാക്ക് ഓൺ ജെറോം ഹി ഷുക്ക് എ ലിറ്റിൽ വിത്ത് ഇമോഷൻ. ജെറോം സെഡ്, വാട്ട് ഹാപ്പൻഡ് ടു ദ പിഗ്? അവിടെ അടുത്തൊരു കാര്യം പറയുകയാണ്. മിസ്റ്റർ വേർഡ്സ്വർത്ത് ലെഫ്റ്റ് ഹിസ് ഡെസ്ക് റാപ്പിഡ്ലി ഇൻ സ്പീഡിലി ഹി ഈസ് സ്റ്റാൻഡിങ് ഫ്രം ഹിസ് ഡെസ്ക് ആൻഡ് ഗോയിങ് ഇൻ ടു ദ വിൻഡോ. ആ വിൻഡോയുടെ അടുത്തേക്ക് പോകുകയാണ് വേർഡ്സ്വർത്ത്. അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്ന് ഡെസ്കിൽ നിന്ന് എണീറ്റിട്ട് ഹീസ് ഗോയിങ് ടു ദ വിൻഡോ. ടേണിങ് ഹിസ് ബാക്ക് ഇൻ ജെറോമിന് ബാക്കിൽ തിരിഞ്ഞുകൊണ്ട്, ജെറോമിൻ്റെ നേരിട്ടല്ല, ഫേസ് ടു ഫേസ് അല്ലാതെ ജെറോമിനെ തിരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഷൂക്ക് എ ലിറ്റിൽ വിത്ത് ഇമോഷൻ. അദ്ദേഹം എന്താണ് ഇമോഷൻ കാരണം ഒന്നിങ്ങനെ കുലുങ്ങി. വാട്ട് വാസ് ദാറ്റ് ഇമോഷൻ? എന്തായിരിക്കും ആ ഇമോഷൻ? അദ്ദേഹം ചിരിക്കുകയായിരിക്കും കേട്ടോ. അദ്ദേഹം ചിരിക്കുകയാണ് അവിടെ നിൽക്കേണ്ട. ആ ഒരു ഇമോഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. ജെറോം സെഡ് ഇൻ ദാറ്റ് മൊമെൻറ്റ് ജെറോം ആസ്ക്ഡ് ടു മിസ്റ്റർ വേർഡ്സ്വർത്ത് വാട്ട് ഹാപ്പൻഡ് ടു ദ പിഗ്. ആ പിഗിന് എന്തെങ്കിലും സംഭവിച്ചോ, ആ പന്നിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ജെറോം ആസ്ക്ഡ് ടു ഹിസ് ഹൗസ് മാസ്റ്റർ മിസ്റ്റർ വേർഡ്സ്വർത്ത്. Remember one thing, Jerome is a 9-year-old boy. 9-year-old ആയിട്ടുള്ള ഒരു ബോയ് മാത്രമാണ് ജെറോം. സോ അവൻ അവസാനം ചോദിക്കുന്നു വാട്ട് ഹാപ്പൻ ടു ദ പിഗ്. ആ പിഗിന് എന്തെങ്കിലും പറ്റിയോ, ആ പിഗിന് എന്താണ് പറ്റിയത് എന്നാണ് ഹി ആസ്കിങ് ടു ദ മിസ്റ്റർ വേർഡ്സ്വർത്ത്. ദിസ് ഇസ് ദ ഫസ്റ്റ് സെക്ഷൻ ഓഫ് ദാറ്റ് ഷോർട്ട് സ്റ്റോറി. ആ ഷോർട്ട് സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പാർട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ എടുക്കാം. ഇന്ന് വീണ്ടും നമുക്ക് ഒരു ക്ലാസ് ഉണ്ടല്ലേ, ആ ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററും എടുക്കാം, നെക്സ്റ്റ് സെക്ഷനും എടുക്കാം ഇൻഷാ അല്ലാഹ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.